ഹായ് മക്കളെ, +2 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലമായി. നിങ്ങളോട് കുറച്ച് സംസാരിച്ചിട്ടും കുറേ കാലമായി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ +1 ശേഷം നിങ്ങളിപ്പോൾ +2 എത്തിയില്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കുണ്ടായ ചേഞ്ചസുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ പുറമെ തന്നെ +1 നിങ്ങൾക്ക് +2 എത്തിയതിന് ശേഷം ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏത് എന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പല സ്കൂളുകളിലും മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 4ാമത്തെ 5ാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ടഫുള്ള ലിസ്റ്റിലേക്ക് മാത്സും കടന്നു വരുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ +1 ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡെറിവേഷൻ, ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശരിക്കും കോൺസെപ്റ്റുകൾ നിങ്ങൾ വൃത്തിയിൽ പഠിക്കുന്നത് +2 മാത്സിലാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും. ഞാനതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് +1 കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നത് +2 തന്നെയായിരുന്നു. അതേ സിലബസാണ് ഇപ്പോൾ നിങ്ങളും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് +1 മാർക്ക് കുറവ്. +2 എത്തിയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് +1 പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ +2 ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, അതായത് ഓഫ്ലൈൻ സെൻറ്ററിലായിരുന്നു ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഓൺലൈൻ ക്ലാസ്സുകളൊന്നും അവൈലബിൾ അല്ല. നമുക്കറിയാം, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു തവണയൊക്കെ ക്ലാസ് പറയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ വീണ്ടും ഒന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്കില്ല. അഥവാ നമ്മൾ ചോദിക്കുന്ന ഡൗട്ട് വല്ല പൊട്ടത്തരവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ ഡൗട്ട് ചോദിക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പേടിയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഞാൻ നേടി എന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് മാർക്കും അതിൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അത്രയും അടിപൊളിയായിട്ടുള്ള ആളാണെങ്കിൽ പോലും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഏറ്റവും നല്ലത് തന്നെയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ, +2 റിസൾട്ടൊക്കെ വന്നു, നല്ല മാർക്ക് ഉണ്ടാവും. ഏകദേശം നിങ്ങൾ വിചാരിക്കുന്ന ഒരു 80% നല്ല മാർക്കാണെന്ന് വിചാരിക്കുന്നവരുണ്ട് എങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റി വെച്ചേക്കുക. കാരണം 80% കൊണ്ടൊന്നും നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. 80% കൊണ്ടൊന്നും നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറവുള്ള മാർക്കുള്ള വിദ്യാർത്ഥികൾ അത്രയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത കുട്ടികൾ മാക്സിമം നിങ്ങൾക്കൊരു 100% തന്നെ നിങ്ങൾ +2 വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ എന്താക്കണം, വർക്കൗട്ട് ചെയ്യണം. ഇതുവരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് അത്രയും വലിയൊരു പ്രശ്നം തന്നെയാണ്. +2 ശേഷം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ വീട്ടുകാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ഇതുവരെ നോക്കിയതുപോലെ അല്ല വീട്ടുകാർ നിങ്ങളെ കാണുക. നിങ്ങൾ അത്യാവശ്യം മുതിർന്നവരായി, ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം എന്ന രീതിയിലേക്ക് വീട്ടുകാരും ചിന്തിച്ച് തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വലിയൊരാളായിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അഡ്മിഷൻ കിട്ടാത്ത രീതിയിലുള്ള വിദ്യാർത്ഥികളായി നിങ്ങൾ മാറരുത്. സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്ന ഓരോ വിദ്യാർത്ഥിയും അത്രയും അടിപൊളിയായിട്ട് തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് അത്രയധികം വാശിയുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച +2 പറ്റിയൊരു ഓൺലൈൻ ക്ലാസ് ഏതെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, അത് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് തന്നെയാണ്. കാരണം അതിൽ കൊടുക്കുന്ന കോണ്ടന്റുകൾ തന്നെയാണ് അതിനെ അത്രയും വ്യത്യസ്തമാക്കുന്നത്. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. കാരണം അത്രയധികം കുട്ടികൾക്ക് ഫുൾ മാർക്കും ഫുൾ A+ നേടിയിട്ട് എന്ന് തന്നെയാണ്. 90% മുകളിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ. പൊതുവേ നമുക്കറിയാം, എക്സാമിൻ്റെയൊക്കെ സമയത്ത് വന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എക്സാം ടഫാണെന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ട്. കഴിഞ്ഞ +1 പരീക്ഷേൻ്റെ എക്സാം ടഫാണെന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയും സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അത്രയധികം ബുദ്ധിമുട്ടൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, എല്ലാ ലെവലിലെയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ എക്സാം ഹാളിലേക്ക് പറഞ്ഞയക്കുന്നത്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പ് വരുത്താം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലന്റ് ലേണിംഗ്. ബൈ.